18 വയസ്സ് കഴിഞ്ഞ ഒരു കൊച്ചിന് എന്ത് ചെയ്യാനും എന്ത് ചിന്തിക്കാനുമുള്ള അധികാരം ഉണ്ടെന്നൊക്കെയാണ് ഗിരിജ ചേച്ചി പറയുന്നത്. ഗിരിജ ചേച്ചി ഇപ്പോൾ ഭയങ്കര ബിസിയാണ്. കാരണം നടന്ന് അങ്ങനെ ഇൻ്റർവ്യൂ കൊടുക്കുകയാണ് ചേച്ചി. ഞാനൊരു വീഡിയോ കാണാനിടയായി. അടൂരാൻ എന്ന് പറയുന്ന യൂട്യൂബറാണ് കാര്യമായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടിരിക്കുന്നത്. അപ്പം ഞാൻ അതിൻ്റെ ഡെപ്തിലേക്കൊന്നും പോകുന്നില്ല, കാരണം അതൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ വലിയൊരു സബ്ജക്റ്റാണ്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ ചേച്ചി എന്തൊക്കെ പറയുന്നുണ്ട് നമുക്കൊന്ന് കേൾക്കാം. എൻ്റെ മോൻ്റെയും മരുമോളുടെയും ഒക്കെ ചാനലിലും പുള്ളിക്കാരി ഇങ്ങനെ വീഡിയോ എടുത്ത് കൊടുക്കാറുണ്ട്. പിന്നെ പുള്ളിക്കാരൻ മുന്നോട്ട് വരുന്ന ഇഷ്ടമല്ല. പുള്ളിക്കാരൻ ജോലിയാണ് മെയിനായിട്ട്. കേസുമായിട്ട് മുന്നോട്ട് പോകുന്ന വിഷയമായതുകൊണ്ട് അതുകൊണ്ട് കൂടുതൽ അതിനകത്ത് കിടക്കുന്നില്ല. എന്നിരുന്നാലും ഒരു സംശയം ചോദിക്കുകയാണ്. ഒരു പെൺകുട്ടി അപ്പോൾ ഇവിടെ അനാഥാലയത്തിൽ നിങ്ങളുടെ അന്തേവാസിയായിട്ടുള്ള കുട്ടി 18 വയസ്സ് പൂർത്തിയായി വിവാഹം കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രൊസീജിയർ എന്തായിരിക്കും? എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല. നമ്മൾ 18 വയസ്സ് ഞാൻ ഇവിടെ നിന്ന് നേരത്തെ ഞാൻ 2 കുഞ്ഞുങ്ങളെ ഇവിടുന്ന് കല്യാണം കഴിപ്പിച്ച് വിട്ടിട്ടുണ്ട്. ഈ 2 കുഞ്ഞുങ്ങളുടെയും കാര്യം 18 വയസ്സ് കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ ആദ്യം കല്യാണം കഴിച്ച മോള് അവൾക്ക് എങ്ങും അവളെ ഏറ്റെടുത്തുകൊണ്ട് പോകാൻ ആരുമില്ല. അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മേ ഞാൻ ഇവിടെ നിൽക്കുക, എന്നെ വിടല്ലേ, ആഫ്റ്റർ കെയറിലോട്ടൊന്നും എന്നെ വിടല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അവളെ എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു നമുക്ക്. ഞാൻ അങ്ങനെ CWC സംസാരിച്ച് അന്നേരം സംസാരിച്ചില്ല. ഇവിടെ ജോലിക്കായിട്ട് അങ്ങ് നിർത്തി അവളെ. ജോലിക്കായിട്ടല്ല, എൻ്റെ മോളായിട്ട് ആദ്യം ഇവിടെ അങ്ങ് നിർത്താം എന്നും പറഞ്ഞ് നിർത്തി. ഒരാലോചന വന്ന് നമ്മുടെ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പർ രശ്മി ചേച്ചി ആലോചനയായിട്ട് വന്ന്. അന്നേരം ഞാൻ CWC അറിയിച്ചു, ഇതേപോലെ ഒരു ആലോചന വന്നിട്ടുണ്ട് സാറേ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് അവൾക്കും ഇഷ്ടപ്പെട്ട് എന്തോ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ സാർ പറഞ്ഞ ആ കുഞ്ഞിന് ഇഷ്ടം വന്നുണ്ടെങ്കിൽ കല്യാണം കഴിച്ചു വിട്, ഒറ്റയ്ക്ക് പറഞ്ഞു വിടുന്നേക്കാട്ടും നല്ലതല്ലേ കല്യാണം കഴിച്ചു വിടുന്നത്. അങ്ങനെ സാമൂഹ്യനീതി വകുപ്പ്, വനിതാ ശിശു വികസന വകുപ്പ്, CWC അവർക്ക് ചെറിയൊരു കേസ് ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ സബ് ജഡ്ജ് എല്ലാവരും അറിഞ്ഞിട്ടാണ് ആ വിവാഹം കഴിച്ചത്. ഞാൻ എന്നും കൊണ്ട് ഈ അപേക്ഷയൊന്നും കൊടുത്തില്ല. ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരു യൂട്യൂബിനകത്ത് ഞാൻ കണ്ട് ഇതേപോലെ അവിടുന്ന് അനുവാദം വാങ്ങിക്കണം, ഇവിടുന്ന് അനുവാദം വാങ്ങിക്കണം. എത്രയോ പേര് ഈ നമ്മുടെ 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള കൂടുതൽ കുട്ടികൾ നിൽക്കുന്ന അഞ്ചാലുംകൂടെ ആഫ്റ്റർ കെയറിൽ അവിടെ ചെന്ന് എത്ര കുഞ്ഞുങ്ങൾ അവിടുന്ന് ഒളിച്ചോടി പോകുന്നു ഓരോരുത്തരുടെ കൂടെ. അപ്പൊ അതിനൊന്നും ഇതില്ലേ, കല്യാണത്തിനൊന്നും അദ്ദേഹം പറയുന്നത് ജില്ലാ കളക്ടറുടെ വരെ സൈൻ ഉണ്ടെങ്കിൽ മാത്രമാണ് വിവാഹം നടത്താൻ പാടുള്ളൂ. പുള്ളിക്കാരന് വിവരമില്ലാതെ പറയുന്നതാ. 18 വയസ്സ് കഴിഞ്ഞ ഒരു കുട്ടിക്ക് സ്വന്തമായിട്ട് എന്തോ ചെയ്യണമെന്ന് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്. ഇതിനകത്ത് ചേച്ചി പറയണ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിക്കൊന്നും അറിയത്തില്ല. 18 വയസ്സ് കഴിഞ്ഞ് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നതിന് CWC അവര് അങ്ങനെയാണോ എന്നൊക്കെ ഒരു അറിവില്ലായ്മ ചോദിക്കുന്നതാണ്. അപ്പം ഞാൻ കുറച്ച് ചോദ്യം ചേച്ചിയുടെ അടുത്ത് അങ്ങോട്ട് ചോദിക്കാമെന്ന് വിചാരിച്ചു, കണ്ടതുകൊണ്ട് പറഞ്ഞതാണ്. ഇതിൻ്റെ തുടക്കത്തിൽ ഇവിടെയുള്ള ഒരു യൂട്യൂബറെ ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് പറയണു. അപ്പം ഞാൻ ആ വീഡിയോ നിങ്ങൾ പോയി കാണുകയും ആ യൂട്യൂബറെ നിങ്ങൾ ശരിക്ക് പോയി കാണുകയും ചെയ്യുക. ആ യൂട്യൂബറാണ് ഇവർക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പ്രൊമോഷൻ കൊടുക്കുന്നത്. ആ യൂട്യൂബറുടെ ക്വാളിറ്റി അറിയണമെങ്കിൽ ആ യൂട്യൂബറുടെ ചാനലിൽ കയറി ആ യൂട്യൂബർ പറയുന്നത് നിങ്ങൾ കേട്ടാൽ മനസ്സിലാവും എന്താണ് ആ യൂട്യൂബർ ഉദ്ദേശിക്കുന്നതെന്ന്. പൈസ വാങ്ങിയെന്നോ പൈസ കൊടുത്തെന്നോ ഇല്ല, ഒന്നുമില്ല. എൻ്റെ കുറേ ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, മുളക് പൊടി ഇട്ട കാര്യം പറഞ്ഞത് യൂട്യൂബേഴ്സാണോ? യൂട്യൂബേഴ്സിന് അറിയില്ല മുളക് പൊടി നിങ്ങൾ അവിടെ കച്ചവടത്തിന് വെച്ചിരിക്കുന്നെന്നോ നിങ്ങൾ കറികളിലിടാൻ വെച്ചിരിക്കണമെന്നോ അവിടെയുള്ള അമ്പിളി എന്ന കൊച്ചിൻ്റെ വജൈനയിലേക്ക് ഇടുന്നെന്നോ ഇതൊന്നും യൂട്യൂബേഴ്സ് പറഞ്ഞതല്ല. ഇത് പറഞ്ഞത് അവിടെ ഉണ്ടായിരുന്ന അന്തേവാസികളാണ്. ഒരാളല്ല, രണ്ടാളല്ല, 3ഓളം പേര് സാക്ഷ്യപ്പെടുത്തിയ കാര്യമാണ്. എന്താണ് ഈ ഇൻ്റർവ്യൂവിന് പോയിരിക്കുന്നവർ അത് ചോദിക്കാത്തത്? പേഴ്സണൽ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഞാൻ 2 ലക്ഷം രൂപയാണ് ചോദിച്ചതെന്നാണ് പറയുന്നത്. ഈ കാര്യം ഞാൻ ചേച്ചിയോട് ചോദിക്കുകയാണ്. ചേച്ചി 2 ലക്ഷം രൂപ ഷെഫീനാക്ക് വേണം എന്നാണോ ചേച്ചിയോട് ചോദിച്ചത്? എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല. ചേച്ചി ഇങ്ങനെയാ പറയുന്നത്, ഞാൻ എന്താ ചെയ്യാനാണ്? അല്ല, അവിടെ ചേച്ചി നടത്തുന്നത് സ്ഥാപനമല്ലേ? അങ്ങനെയാണെങ്കിൽ ആ സ്ഥാപനത്തിൽ ബ്രോക്കർ ആയിട്ടാണോ ചേച്ചി ഉള്ളത്? എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല. ചേച്ചി വീണ്ടും ഇങ്ങനെ പറയും. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കൂല. ബ്രോക്കർ ആയിട്ടാണോ അവിടെ ഉള്ളതെന്ന് എൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം ഇങ്ങനെയല്ല തരിക. കൃത്യമായി പറയൂ. ചേച്ചിക്ക് ഈ 18 വയസ്സ് വരെ കുട്ടികളെ നോക്കാനുള്ള റൈറ്റ്സ് അല്ലേ ഉള്ളൂ, അല്ലേ? എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല. വീണ്ടും 18 വയസ്സായ കുഞ്ഞുങ്ങൾക്ക് അവരവർക്ക് ഇഷ്ടപ്പെട്ടവരുമായി വിവാഹം കഴിച്ച് പോകാം എന്നാണ് ചേച്ചി എന്ന് പറയുന്നത്. ചേച്ചി നേരത്തെ പറഞ്ഞ വീഡിയോയിൽ അങ്ങനെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ചേച്ചി 18 വയസ്സ് വരെ വളർത്തിയ ശേഷം നിങ്ങൾ ആഫ്റ്റർ കെയറിലേക്ക് അവരെ വിടുന്നതിന് പകരം ഇവിടെ തന്നെ നിന്നോ, എൻ്റെ ജോലിക്കാരി ആയിക്കോ എന്ന് ട്രാൻസ്ഫോർമേഷൻ കൊടുത്തിട്ട് നിങ്ങളുടെ മകളാണ് എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? നാക്ക് പിഴച്ചൊന്നും വന്നല്ലോ. ചേച്ചി തന്നെ പറഞ്ഞതാണേ ജോലിക്കാരി ആയിട്ട് ഞാൻ ഇവിടെ നിർത്തും എന്ന്. അല്ലാന്ന് പറഞ്ഞാൽ ഞാൻ റിപ്പീറ്റ് അടിച്ച് ആ വീഡിയോ എടുത്ത് കേൾപ്പിക്കും. അങ്ങനെയല്ലേ?
അങ്ങനെയല്ലേ? എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല. പിന്നെ ചേച്ചി ഒരു കാര്യം ചോദിക്കട്ടെ, സംശയം കൊണ്ട് ചോദിക്കുന്നത്. ചേച്ചി വിവാഹം കഴിച്ച പുരുഷൻ ഒരു സ്ത്രീയെ ചതിച്ച് ആ സ്ത്രീയുടെ കയ്യിൽ നിന്ന് 2 ലക്ഷം രൂപ അടിച്ചു മാറ്റിയതിൻ്റെ പേരിൽ കേസുമായി നടക്കുന്നതായിട്ട് ചേച്ചിക്ക് വല്ല ധാരണയുണ്ടോ? അജിതകുമാരി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് 2 ലക്ഷം രൂപ വാങ്ങിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കൊടുത്ത FIR-ൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഹസ്ബൻഡ് പ്രതിയാണ് എന്ന് ചേച്ചിക്ക് അറിയുമോ? എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല. ഈ കളിക്ക് ഞാനില്ല. ഇത് അറിഞ്ഞുകൂടാ എങ്കിൽ അറിഞ്ഞുകൂടാന്ന് പറഞ്ഞ് ഇതിങ്ങനെ മനുഷ്യരെ കളിയാക്കി ഞാൻ കളിക്കുന്നില്ല. അവർക്ക് അറിയാനിട്ടൊന്നുമല്ല, അറിഞ്ഞുകൂടാന്ന് അഭിനയിക്കുന്നതാണ്. ഈ ക്യാഷ് ചോദിച്ചല്ലേ ഷെഫീന ബീബി എന്ന യൂട്യൂബർ നിങ്ങളുടെ അടുത്തേക്ക് വന്നത്? ചേച്ചി ചോദിച്ചതിന് ഉത്തരം പറ ചേച്ചി, സത്യം പറ. എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല. ഇങ്ങനെയാണെങ്കിൽ ഇത് ഒരു നടക്കി പോകത്തില്ല. ഒന്നുകിൽ നിങ്ങൾ മര്യാദയ്ക്ക് ഉത്തരം പറ, അല്ലാതെ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ്? ഈ CWC ആൻഡ് ടീംസ് അറിയാൻ വേണ്ടി ഒരു കാര്യം പറയുന്നതാണ്. ഇതിനകത്ത് കൂടുതൽ താളം ചവിട്ടലുകളൊന്നുമില്ല. അവിടെയുള്ള കുഞ്ഞുങ്ങളെ വന്ന് CWC കാണുമ്പോൾ CWCയിലോട് ആ കുട്ടികൾ എന്താണ് പറഞ്ഞത്? ആഹാരം ഇല്ല എന്ന് തന്നെയല്ലേ പറഞ്ഞത്? ചേച്ചി പറ, അങ്ങനെയല്ലേ പറഞ്ഞത്? എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല. എന്താണ് ചേച്ചി, നിങ്ങൾക്ക് അറിയാൻ വയ്യേ? നിങ്ങൾക്ക് അറിയാൻ വയ്യ. വിവാഹം 18 വയസ്സാകുമ്പോൾ തന്നെ നടത്തണം എന്ന് എവിടെയാണ് ചേച്ചി എഴുതി വെച്ചിരിക്കുന്നത്? 17 വയസ്സിൽ ഗർഭിണിയാകാൻ പാടുണ്ടോ? അത് ചേച്ചിക്കറിയോ? എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല. 17 വയസ്സുള്ള ഒരു കുട്ടിയെ ഗർഭിണിയാക്കി എന്ന ക്രൈമിലല്ലേ മകന്റെ പേർക്ക് FIR ഇട്ടിരിക്കുന്നത്? അതെങ്കിലും ചേച്ചി പറയൂ. എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല. ശരി, മകന്റെ പേർക്ക് ഇങ്ങനെ ഒരു ക്രൈമിൽ FIR വീണിട്ടുണ്ടോ ഇല്ലയോ? എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല. മകൻ പ്രതിയായി ഒരു കേസ് നിലനിൽക്കുന്നുണ്ടോ ഇല്ലയോ? അത് പറ. എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല. അങ്ങനെ ഒരു മകനുണ്ടോ? എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല. ഇതെങ്ങനെയാണ് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോവുക? ഈ തത്തക്ക പുത്തക്ക തകർക്ക പറയുന്ന സാധനം കേട്ടുകൊണ്ട് പബ്ലിഷ് ചെയ്യുന്ന അവന്മാർക്ക് ഞാൻ തരാൻ ഉദ്ദേശിക്കുന്ന ഒരു നടുവിരലാണ്. അത് വായിച്ചെടുത്തോ കേട്ടാ, അതാണ് നല്ലത്. നടുവിരൽ നമസ്കാരം. ഇതിനകത്ത് നടന്നത് A to Z നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയാൻ ഞാനിത് എംപോസിഷൻ ഒന്നും എഴുതുന്നില്ല, അതുകൊണ്ട് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. പക്ഷെ ഒരു കാര്യം പറയാം, വ്യക്തമായ നീതി നിഷേധം, അവകാശ ലംഘനം അവിടെ നടന്നിട്ടുണ്ട്. അതിൻ്റെ തെളിവുകളാണ് മുൻപോട്ട് വെച്ചത്. അതല്ല എന്ന് പറഞ്ഞുകൊണ്ട് എത്ര നിങ്ങൾ വീഡിയോ ചെയ്താലും ആ സത്യം അവിടെ സത്യമായിട്ട് തന്നെ നിൽക്കുന്നു. മാപ്പ് പറയുകയാണ് വേണ്ടത്. ഒരു 10 പൈസ ഒരു മനുഷ്യർ കൊടുക്കരുത് എന്ന് തന്നെയാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത്. ഇവർക്ക് ജോലി ചെയ്ത് ജീവിച്ചൂടെ? ഇവർക്ക് വീട് വയ്ക്കാൻ എവിടുന്ന് പൈസ? കാറ് വാങ്ങിക്കാൻ എവിടുന്ന് പൈസ? ഇത് നടത്തിക്കൊണ്ടു പോകാൻ എവിടുന്ന് പൈസ? ഇവർക്ക് പൂസത്തുണ്ടോ? ഇവർക്ക് വേറെ എന്തെങ്കിലും വരുമാനമുണ്ടോ? ഒന്നുമില്ലല്ലോ. നാട്ടുകാർ കൊടുക്കുന്ന സംഭാവനയുടെ പേരിൽ അനാഥാലയം നടത്തിക്കൊണ്ടു പോകുന്ന സ്ത്രീക്ക് റെഡിവാർഡടിച്ച് നടക്കാനായിട്ട് കാറുണ്ട്, ബംഗ്ലാവുണ്ട്. ആ മകന് വേറെ വീട് വെച്ച് കൊടുക്കുന്നു, മകൾക്ക് വീട് വെച്ച് കൊടുക്കുന്നു, അമ്മമാർക്ക് സ്വർണം വാങ്ങിച്ചു കൊടുക്കുന്നു. ഇതിന് താഴെ കുറേ കമൻറ്റ്സ് വന്നിട്ട് ഞാൻ പോയി നോക്കി. അപ്പോൾ അവിടെ പറയുന്ന അണ്ണാക്കിന്ന് വാങ്ങിച്ചു കൊടുക്കുന്നു. അതാണ് ലാംഗ്വേജ്. അതായത് ഒരു അനാഥാശ്രമം നടത്തുന്ന ഒരു സ്ത്രീ അവരുടെ ആളുകൾ കൂലിപ്പടകൾ വന്ന് എഴുതി വെക്കുകയാണ്, അണ്ണാക്കിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ആരും കമൻ്റ് ഇടത്തില്ല, അവരുടെ PR-കൾ മാത്രം കമൻ്റ് ഇടും. എനിക്ക് ഇതിനകത്തൊന്നും ഒരു ഭാഗവുമില്ല. എന്തുകൊണ്ട് CWC ആക്ഷൻ എടുത്തു? അവർ കുറ്റം കണ്ടെത്തുകയും സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഉണ്ട് എന്ന് CWC പറയുന്നുണ്ട്. അത് ചേച്ചിക്ക് അറിയുമോ? എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല. ചേച്ചിക്ക് ഒരു കുന്തം അറിയത്തില്ല. CWC കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം ഒന്നും കൂടെ ഒന്ന് എടുത്തു നോക്കണം. ഒരു സ്ഥാപനം നടത്തുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് സാധനങ്ങൾ ഒന്നും അറിയാതെ തന്നെ ഒരു സ്ഥാപനം നടത്തുകയാണ് ചേച്ചി. അതിൻ്റെ കൂടെ ചേച്ചി ഈ കാര്യത്തിനെ മറ്റൊരു കാര്യമായി വളച്ചൊടിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം, അജിതകുമാരി എന്ന് പറയുന്ന സ്ത്രീക്ക് 2 ലക്ഷം രൂപ കൊടുക്കാനുള്ള ഒരു കുടുമിയാണ് പുള്ളിക്കാരി കെട്ടിയത്. കെട്ടിക്കൊണ്ടുവന്ന കുടുമി ആ പൈസ കൊടുത്ത് ആ പ്രശ്നം സോൾവ് ചെയ്യാൻ പറഞ്ഞ യൂട്യൂബറെ ശത്രുവാക്കിക്കൊണ്ട് തോന്നിവാസം പറയാൻ വേണ്ടി ഗുണ്ടിയായ ഒരു സത്താൻ ബ്ലോഗിനെ ഏൽപ്പിക്കുകയാണ്. ഗുണ്ടി അവിടെ കിടന്നുകൊണ്ട് നമ്മളെ തെറിയോ തെറി, രാവിലെ തെറി, ഉച്ചയ്ക്ക് തെറി, രാത്രി തെറി. ഇതാണ് അവർ. ആ പറയുന്ന സ്പെസിഫിക് ബ്ലോഗിയാണ് ഈ ചേച്ചിയുടെ ഏറ്റവും വലിയ സപ്പോർട്ടർ. ചേച്ചി ഈ കാര്യം ചോദിച്ചാലും ചേച്ചി പറയണത് എന്തായിരിക്കും എന്നറിയാമോ? ചോദിച്ചു നോക്കുക, അല്ലെങ്കിൽ ഇതാ ചോദിക്കാം. പറയേച്ചി. എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല. ചേച്ചിക്ക് അറിഞ്ഞൂടാ, അത്രേ ഉള്ളൂ. എനിക്കും മനസ്സിലാകുന്നില്ല എന്താണ് ഈ നടക്കുന്നത്.
എന്താണ് ഇവിടെ നടക്കുന്നത്? ഈ കൊച്ചു കേരളത്തിൽ എന്താണ് നടക്കുന്നത്? ഒരു മനുഷ്യൻ അവൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് ഒരു തുകയെടുത്ത് ഒരു മനുഷ്യർക്ക് കൊടുക്കുന്നത് ഈ ഡൊണേഷൻ, സംഭാവന, അത് ചാരിറ്റി എന്ന് നമുക്ക് പറയാം. മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയെടുത്ത് അതിൻ്റെ 90% സ്വന്തം പോക്കറ്റിലേക്ക് ഇട്ട് 10% കൊണ്ട് അവർക്ക് കൊടുത്ത് ആ ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്ത് നടക്കുന്ന ഒരു പ്രത്യേകതരം സാധനത്തിന് നമ്മൾ എന്ത് പറയും? അതും ചേച്ചി പറയട്ടെ. ചേച്ചി പറയേച്ചി. എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല. ഞാനൊന്നും പറയുന്നില്ല, നിങ്ങൾ എന്നെ പോയി കാണുക. പിന്നെ ഇനി നമ്മുടെ കൊച്ചു വെച്ച് അവിടെ അപ്പുറത്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അല്ലയോ മോളെ, ഞാൻ എന്തായാലും നിന്റെ കൊച്ചിനെയൊന്നും പറഞ്ഞിട്ടില്ല, എനിക്ക് താല്പര്യമില്ല. അല്ലെങ്കിൽ തന്നെ നമ്മൾ വാ തുറന്ന കൊച്ചിനെ പറഞ്ഞെന്ന് പറയും. പിന്നെ ആരണ്ടൊക്കെ എനിക്ക് മെസ്സേജ് ചേച്ചി വല്ലതും പറഞ്ഞു, ഞാൻ കൊച്ചിനെയൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ കൊച്ചിനെ കാണാൻ പോലും പോയിട്ടില്ല, എനിക്ക് ആ കൊച്ചിനെ കാണുകയും വേണ്ട, ഞാൻ അതിനെ ആ വശത്തേക്കേ ഞാൻ നോക്കുന്നില്ല. ഞാൻ പറഞ്ഞത് 17 വയസ്സുള്ള ഒരു കുട്ടി വേലി ചാടി കൊച്ചുണ്ടാക്കി എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് കറക്റ്റല്ലേ? സത്യം പറയുമ്പോൾ എന്തിനിടെ വീണ്ടും വീണ്ടും ഗിരിചേച്ചി പറയുന്നതൊക്കെ എനിക്കറിഞ്ഞൂടാ എന്ന് പറയുന്നത് വാസ്തവത്തിൽ അങ്ങനെ തന്നെയല്ലേ? നിങ്ങൾക്ക് ഹിതമായത് ഞങ്ങളും ഹിതപ്പെടുത്തണം എന്ന് പറയരുത്. ഞങ്ങൾക്കിത് നീതി നിഷേധമാണ്. അനാഥാശ്രമങ്ങൾ എന്ന് പറയുന്നതും കേറ്റ് ഹോംസ് എന്ന് പറയുന്നതുമൊക്കെ അതിൻ്റേതായ രീതിയിൽ ഫോളോ ചെയ്ത് പോകേണ്ട സ്ഥാപനങ്ങളാണ്. അവിടെ അനീതി ഉണ്ടായാൽ ലോകത്ത് എവിടെ ഉണ്ടാകത്തില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് അനാഥാലയം നടത്താനുള്ള എലിജിബിലിറ്റി നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. യൂസ് യുവർ കോമൺ സെൻസ്. നിങ്ങൾ ഇതുകൊണ്ട് മുൻപോട്ട് വയ്ക്കൂ. അമ്മമാരുണ്ടല്ലോ, അവരെ കൊണ്ട് മുൻപോട്ട് വയ്ക്കൂ. പക്ഷേ ഇത് പറഞ്ഞവരെ കളിയാക്കുകയാണെങ്കിൽ കൂടുതൽ ശക്തമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കേസുമായി മുൻപോട്ട് പോകും എന്ന് ഞാനും പറയുന്നു. അതായത് ഇതുവരെ അങ്ങനെ ഒരു പോർഷൻ ഇല്ല. വീണ്ടും യൂട്യൂബേഴ്സിൻ്റെ തലയിലോട്ടാണ് കയറാനാണ് നിങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യമെങ്കിൽ തെളിവ് ഉൾപ്പെടെ കൊണ്ടുവന്ന് വയ്ക്കും. പ്രക്ഷോഭങ്ങൾക്കോ ഇതേപോലുള്ള കാര്യങ്ങൾക്കോ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. നിങ്ങളുടെ ഷോ മസ്റ്റ് ഗോ ഓൺ എന്നുള്ള രീതിയിൽ നിങ്ങൾ മുൻപോട്ട് വയ്ക്കോ, പ്രശ്നമില്ല. പക്ഷേ അനാവശ്യമായി ആവശ്യമില്ലാത്ത ആൾക്കാരെ അതിനകത്തേക്ക് വലിച്ചിടരുത്. നിങ്ങൾക്ക് വായ്ത്താളം അടിക്കാം, അതെ ഞാൻ ഈ കമ്പനി നടത്തിക്കൊണ്ട് പോവുകയാണ്, എൻ്റെ കമ്പനിക്കകത്ത് ഇത്ര കാര്യങ്ങളുണ്ട്, ഇതിനകത്ത് ഞാൻ സാറ്റിസ്ഫൈഡ് ആണോ? അല്ലാതെ നിങ്ങൾ ന്യായീകരിക്കാൻ വരരുത്. അവിടെ വന്ന് ജോലി ചെയ്ത സ്ത്രീ പുറത്തേക്ക് വന്നാണ് ആ കാര്യം പറഞ്ഞത്. അവിടെ ജോലി ചെയ്ത സ്ത്രീകൾ, അവിടെ ഉണ്ടായിരുന്ന അന്തേവാസികൾ, നിങ്ങളുടെ മകൾ ഉൾപ്പെടെ അടൂർ പോലീസ് സ്റ്റേഷനിൽ കല്യാണ ദിവസം രാത്രി പോയതിന് വിറ്റ്നസ്സായ മനുഷ്യരാണ് പുറത്തു വന്ന് കാര്യം പറഞ്ഞത്. നിങ്ങളുടെ മകൾ ഓടിക്കേറിയ വാഗമണ്ണിലുള്ള സ്ത്രീയാണ് ഫോണിൽ വിളിച്ച് പറഞ്ഞിട്ടുള്ളത്. കള്ളം പറയുമ്പം കുറച്ചുകൂടെ സൂക്ഷിച്ചും കണ്ടും കള്ളം പറയുക. തെളിവുകൾ ഞങ്ങൾ വിട്ടുകൊടുത്തിരിക്കുന്ന, മിണ്ടാതിരിക്കുന്നത് ഇരുന്ന് മോങ്ങി തകർത്ത് കരഞ്ഞ് നിലവിളിച്ച നിനക്കും നിന്റെ ഭർത്താവിനും വേണ്ടിയിട്ടാണ്. നീ ഇന്ന് കരഞ്ഞ് എന്നെ ജീവിക്കാൻ അനുവദിക്കൂ എന്ന് പറഞ്ഞ് മോങ്ങിയല്ല. അപ്പം നിന്റെ വീട്ടിൽ പ്രശ്നമില്ലായിരുന്നാ? നിന്റെ കെട്ടിയോ ഒളിച്ച് താമസിക്കുകയല്ലായിരുന്നാ? അതും നമുക്ക് ഗിരിചേച്ചി എടുത്ത് ചോദിക്കാം. ചേച്ചി പറയേച്ചി. എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല. ഞാൻ പോണു. ശരി എന്നാ.